ഗൈസ് അങ്ങനെ ഈ ഹോട്ടലിൽ നിന്ന് നമ്മൾ ഇന്ന് വിട പറയുകയാണ്. ഇന്ന് നേരെ പോകുന്നത് കുളുവിലേക്കാണ്. കുളു കഴിഞ്ഞിട്ട് നേരെ ഡൽഹി. അപ്പോൾ ഇന്നത്തെ വിശേഷം നമ്മൾ പറയുന്നത് വെച്ചാൽ കുളുവിലുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കുളുവിലേക്ക് പോകാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഗൈസ് ഇപ്പോൾ ഉള്ളത് നാഗർ കാസ്റ്റൽ എന്നുള്ള സ്ഥലത്താണ്. ഈ സ്ഥലം നിങ്ങൾക്ക് കണ്ടുപരിചയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ ഷാഹിദ് കപൂറും കരീന കപൂറും ഒരു അഭിനയിച്ചൊരു ഫിലിമുണ്ട്. അതും ഹിറ്റ് സോങ്ങാണ്. ഏഷ്ക് ആയ എന്നുള്ളൊരു പാട്ടുണ്ടായിരുന്നു. ഓ മഞ്ഞമലയിലൂടെ പോകുന്ന ആ സീൻ ഇവിടെ വെച്ചിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. സീനല്ല, ആ പാട്ടിലെ സീനെല്ലാം ഇവിടെ വെച്ചിട്ട് കൂടുതലും ചിത്രീകരിച്ചിട്ടുണ്ട്. ഫിലിം ഏതാണെന്നുള്ളത് കറക്റ്റ് ഓർമ്മയില്ല. അഥവാ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ കാണുന്ന മൊത്തം വുഡാണ് കേട്ടോ. വുഡിനെ കൊണ്ടുള്ളൊരു എന്താ പറയുക അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈനിങ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വേറൊന്നും കാഴ്ചകൾ കാണാനില്ല. ഫുള്ള് വുഡിനെ കൊണ്ടുള്ള പരിപാടികളാണ് ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് റീൽസ് കാര്യങ്ങൾ ചെയ്യാൻ മാത്രമുള്ളൊരു സ്ഥലമായിട്ട് കൂട്ടാം, ഫോട്ടോഷൂട്ടിനെല്ലാം പറ്റിയത്. അല്ലാതെ കാണാനായിട്ട് വേറെ ഒരു സംഭവം ഇതിൻ്റെ ഉള്ളിലില്ല. ഈ കാണുന്നത് മ്യൂസിയമാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് എൻട്രി ഫീസ് കൊടുത്തിട്ട് ഉള്ളിൽ കയറാം. അവിടെ എന്താ കാഴ്ചകളുള്ളതെന്ന് അറിയില്ല. കാരണം വെച്ചാൽ ഞാൻ ഓൾറെഡി ഇവിടെ കയറി തന്നെ ലോസാണ്. ഒന്നും കാണാനൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് റിട്ടേൺ പോവുകയാണ്. ഇപ്പം പോകുന്നത് കുളുവിലേക്കാണ് കേട്ടോ. കുളുവിലേക്ക് അവിടെ നിന്ന് പോകുന്നതിനുള്ള റോഡുണ്ടോ നിങ്ങൾ? ഒരു പാലമാണ് ഇവിടുത്തെ അധികം പാലം ഇതേപോലെ തന്നെ ഒരു ആർച്ച് ടൈപ്പ് ആയിട്ടുള്ള പാലങ്ങളാണ് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. അതായത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ മണാലിയിൽ ഏറ്റവും കൂടുതൽ ഇതേപോലത്തെ ഫേമസ് ആയിട്ടുള്ള പാലങ്ങൾ തന്നെയാണ് തോന്നുന്നു ഉള്ളത്. ഞങ്ങൾ കുളുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുളുവിലെ വിശേഷങ്ങളാണ് ഇതിനടുത്ത് കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുളുവിലെത്തി കേട്ടോ. കുളുവിലെ കാഴ്ചയാണിത്. ഈ ബോട്ടിങ്ങെല്ലാം നടക്കുന്ന സ്ഥലങ്ങളാണിത്. വെള്ളം കുറവാന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ ഇത്രയും വെള്ളമുള്ളൂ. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഫോട്ടോഷൂട്ടാണ് മെയിനായിട്ടുള്ളത്. ഫോട്ടോഷൂട്ട് ചെയ്യാം. പിന്നെ പോരായിട്ടെന്ന് വെച്ചാൽ ഇതേപോലെ ബോട്ടിങ്, അതായത് ഇവിടെ കണ്ടില്ലേ അഡ്വഞ്ചർ ട്രിപ്പ് കാണല്ലേ, ബാക്കിലൂടെ പോകുന്ന ബോട്ടും കാര്യങ്ങളെല്ലാം അതിലെല്ലാം കയറാൻ പറ്റും. പക്ഷേ ഇവിടുന്നല്ല, ഇതിവിടെ എൻഡാണ്. സ്റ്റാർട്ടിങ് വന്ന് കുറച്ച് മുന്നോട്ടാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നല്ല നല്ല ഫോട്ടോസ് ഇട്ട് കേട്ടോ. ഫോട്ടോസിന് പറ്റിയ സ്ഥലം കൂടിയാണ്. ഇവിടെ പിന്നെ ശ്രദ്ധിക്കുക, ഇവിടെ പറ്റിപ്പുണ്ട്. കാരണം വെച്ചാൽ ഒരു ഫോട്ടോ എടുത്ത് തരാമെന്ന് പറയും. അതായത് അവരെ DSLR ക്യാമറയിൽ ഒരു ഫോട്ടോന് 30 രൂപ വെച്ച് ഈടാക്കിയിട്ട് അവർ അതുപോലെ ഇവിടെ കുറേ ഇതേപോലത്തെ കടകൾ കാണാൻ പറ്റും കേട്ടോ. ഇവിടുന്ന് ഞാനൊരു ബർഗർ കഴിച്ചു. 50 രൂപയാണ് ഒരു ബർഗറിന്. ബർഗർ എന്ന് വെച്ചാൽ വെജിറ്റേറിയൻ ആണ് കേട്ടോ. അത് പറയാൻ മറന്നുപോയി. കാരണം വെച്ചാൽ ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട്. അതുകൊണ്ട് ഇവിടെ വെജിറ്റബിൾ മാത്രമേ ഉള്ളൂ, നോൺ വെജ് ഇല്ല. ഇവിടെ വന്നതിന് മാഗി കാര്യങ്ങളെല്ലാം കിട്ടും. നിങ്ങൾക്ക് ജസ്റ്റ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ടയർഡായി കഴിഞ്ഞാൽ തന്നെ വന്ന് ചായ അതുപോലത്തെ ഇതെല്ലാം കുടിക്കാൻ പറ്റുന്ന സ്ഥലം കൂടിയാണിത്. അതൊന്ന് റിലാക്സ് ചെയ്തിട്ട് ചായ കുടിക്കുന്നത് തന്നെ നല്ല എന്താ പറയുന്നത് ആസ്വദിച്ചിട്ട് കുടിക്കാൻ പറ്റുന്ന സ്ഥലം കൂടിയാണ്. മണാലിയിലെ അടുത്തൊരു വിസിറ്റിംഗ് പോയിൻ്റായ മാൾ റോഡിലേക്കാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ വിഷയം അവിടെ എത്തിയിട്ട് പറയാം. അങ്ങനെ ഞങ്ങൾ മാൾ റോഡിലെത്തി. ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുക, ചെറിയൊരു പർച്ചേസിങ്. അത് കഴിഞ്ഞ് നേരെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. അവിടെ നിന്നാണ് നമുക്ക് ഡൽഹിയിലേക്കുള്ള ബസ്സുള്ളത്. അപ്പോൾ തൽക്കാലം മണാലിയോട് വിട പറയാൻ പോവുകയാണ്. ഇവിടുത്തെ ഈ പർച്ചേസിങ്ങും കാര്യങ്ങളും കഴിഞ്ഞാൽ ഇതാലേ
മണാലിയാണ് മണാലിയിൽ ആരോഗ്യ സ്നോ ഇല്ലാതെ സ്നോഫോൾ സ്റ്റാർട്ടായി മക്കളെ സ്റ്റാർട്ടായി. സ്നോഫോൾ ഉണ്ടോ? സ്നോഫോള് വീഡിയോ ആണ്. ഫുള്ളും തണുത്ത് സ്നോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ സ്നോ ഇല്ലാതെ സ്നോഫോൾ സ്റ്റാർട്ടായി. ഇത്ര നേരം കാത്തുള്ള സ്നോഫോളില്ല. മല്യസിംഗാണ് മൊത്തമുള്ളത് അധികം. മണാലിയിൽ ഇപ്പോഴത്തെ അവസ്ഥ. ഇന്ന് മണാലിനോട് ബാക്കപ്പ് വരുന്ന ദിവസം തന്നെ ലാസ്റ്റ് ഡേറ്റ് കിട്ടുകയാണ്. മക്കളെ ഭാഗ്യം എന്ന് പറയാം, നമുക്ക് സ്നോഫോളും കിട്ടി. സ്നോഫോളും കണ്ട് ആസ്വദിച്ച് എനിക്കിപ്പോൾ നേരെ ബസ് സ്റ്റാൻഡിലേക്കാണ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് നേരെ ഡൽഹിയാണ് നമ്മൾ ഉന്നം വെക്കുന്നത്. എന്നാൽ നമ്മുടെ അടുത്ത കാഴ്ചകൾ ഡൽഹിയിലുള്ള വിശേഷങ്ങളാണ് പറയുന്നത്. അതേപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പിന്നെ നമ്മളെ കട്ട സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് വലിയ ബസ് സ്റ്റാൻഡാണ് കേട്ടോ. നിങ്ങൾ ബസ്സിൻ്റെ ടൈമിലേക്ക് കയറി വന്നാൽ നിങ്ങളെ ബസ് എവിടെ ഉള്ളതെന്നുള്ളത് കറക്റ്റ് കിട്ടില്ല. ഞങ്ങളെ ബസ്സൊന്ന് തപ്പിപ്പിടിക്കട്ടെ എവിടെ ഉള്ളതെന്നുള്ളത്. സ്നോഫോൾ ചെയ്തതുകൊണ്ട് എന്താ പറയുക, ഫുള്ള് ചളിയതാ. നമ്മുടെ ബസ് ആ കാണുന്ന വൈറ്റാണ്, സൈഡിൽ നിർത്തിയിട്ടാണുള്ളത്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു നല്ല വീഡിയോ വരുന്നത്. ബൈ ബൈ.